തമിഴ്നാട്ടിൽ രാഷ്ട്രീയ ചിത്രം വളരെ വലിയ തോതിൽ മാറിയിരിക്കുന്നുവെന്ന് മാത്രമല്ല, വളരെ വലിയ തോതിലുള്ള അട്ടിമറികളാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസം കഴിയും തോറും. അത് ഏറ്റവും എടുത്ത് പറയാനുള്ളത് TVK വിജയുടെ പാർട്ടി അധികാരത്തിൽ വന്നതിന് ശേഷം നടക്കുന്ന കാര്യങ്ങളാണ് ഏറ്റവും വലിയ തോതിൽ ട്വിസ്റ്റുകൾ നിറഞ്ഞ കാര്യമെന്ന് പറയുന്നത്. അതായത് ഇന്ത്യ സഖ്യം എന്നൊക്കെ പറഞ്ഞ് നടന്നിരുന്ന കോൺഗ്രസ് DMKയെ ചതിച്ചുകൊണ്ട്, അതായത് DMKയുമായിട്ട് അത്രത്തോളം കട്ടയ്ക്ക് കൂടെ നിന്ന ഒരു പാർട്ടി തമിഴ്നാട്ടിൽ നിന്നും DMKയുടെ കൂടി വോട്ട് വാങ്ങിച്ച് സീറ്റ് പിടിച്ച കോൺഗ്രസ് DMKയെ വഞ്ചിച്ചുകൊണ്ട് ഇപ്പോൾ TVKയുമായിട്ട് സഖ്യം ചേരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പരിതാപകരമായിട്ടുള്ള ഒരു നീക്കമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. അതുമാത്രമല്ല, ഇനിയിപ്പോൾ ഇടതുപക്ഷ പാർട്ടികളും കൂടി അവിടെ TVKയെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാൽ DMK എല്ലാ അർത്ഥത്തിലും ഒറ്റപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. അവിടെ അണ്ണാ DMK, BJP, DMK ഈ മൂന്ന് പാർട്ടികൾ തീർച്ചയായിട്ടും ഒന്നിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന TVKയുടെ ഭരണം പോകുമെന്ന കാര്യത്തിൽ സംശയമില്ലാത്ത ഒരു കാര്യമാണ്. കാരണം ആ ഒരു സീറ്റ് കപ്പാസിറ്റി ഇപ്പോഴും അവിടെ DMKയ്ക്കും അണ്ണാ DMKയ്ക്കും ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യമെന്ന് പറയുന്നത്. പക്ഷേ അവർ ഒന്നിക്കുമോ ഒന്നിക്കത്തില്ലേ എന്നുള്ളത് മറ്റൊരു വശമെന്ന് പറയും. പക്ഷേ ഇവിടെ പ്രതീക്ഷിക്കാത്ത ഒരു അട്ടിമറിയാണ് കോൺഗ്രസ് കയറി TVKയെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയത്. ഇത് തീർച്ചയായിട്ടും DMK എല്ലാ രീതിയിലും ഇനി DMKയുടെ ശത്രുപക്ഷത്തായിരിക്കും കോൺഗ്രസ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കാൻ പോകുന്നത് കോൺഗ്രസ് ഇനിയുള്ള നാടുകളിലായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഭരണം മറ്റൊരിടത്തേക്ക് പോയപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ പൊടുന്നനെ മറുകണ്ഠം ചാടുന്ന തരത്തിലോട്ടുള്ള കോൺഗ്രസിൻ്റെ നീക്കം ഒരു ഓന്ത് നിറം മാറുന്ന തരത്തിലോട്ടായിപ്പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യമെന്ന് പറയുന്നത്. എന്തായാലും ഈ ഒരു കാര്യം അത് DMKയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ തനി നിറം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ്. ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഇനി സംഭവിക്കാൻ പോകുന്നത്, ഇനിയുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന തമിഴ്നാട്ടിലെ രാഷ്ട്രീയ ഭരണം, ഇത് ശരിക്കും സംഭവിക്കാൻ പോകുന്നത് പലതരം ട്വിസ്റ്റുകളായിരിക്കും. അതായത് ഈ പറയുന്ന DMK ഇനി BJP ചായ്വിലോട്ട് കാര്യങ്ങൾ എത്താനായിട്ടുള്ള സാധ്യതകൾ വളരെയേറെ കൂടുതലായിരിക്കുകയാണ് നിലവിലത്തെ സാഹചര്യത്തിൽ. അതായത് DMK, അണ്ണാ DMK, BJP ആ ഒരു പക്ഷത്തിലേക്ക് ചായുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തും അല്ലെങ്കിൽ എത്തിക്കാനായിട്ട് BJPക്ക് അറിയാമെന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം. അതായത് ഈ ചരടുകളെല്ലാം കൂടി കോൺഗ്രസും കൂടി മറുകണ്ഠം ചാടിയതോടുകൂടി ഈ ചരടുകൾ BJPയുടെ കയ്യിൽ കൊണ്ടെത്തിക്കുന്ന തരത്തിലോട്ടാണ് ഇപ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങളെന്ന് എടുത്തു പറയേണ്ടി വരും. അതായത് DMKയെ സംബന്ധിച്ചിടത്തോളം അവസാനം എല്ലാ അർത്ഥത്തിലും BJPക്ക് മുന്നിൽ കീഴടങ്ങേണ്ടി വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ് ഉൾപ്പെടെ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യം എന്നതിൽ യാതൊരു സംശയവുമില്ലാതെ പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അതായത് DMKയെ സംബന്ധിച്ചിടത്തോളം ഒരു ശത്രുപക്ഷത്തേക്ക് അവർ കാണുന്ന ഒരു പാർട്ടിയായിട്ട് ഇപ്പോൾ കോൺഗ്രസ് മാറിയിരിക്കുന്നു. അതായത് BJP അല്ല ഇനി അവരുടെ ശത്രുക്കൾ, കോൺഗ്രസ് ആകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. അതായത് കൂടെ നിന്ന് ചതിക്കുന്ന തരത്തിലോട്ടുള്ള ഒരു നീക്കമാണ് കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. DMKയുടെ കൂടി വോട്ട് വാങ്ങി വിജയിച്ചിട്ട് തങ്ങളെ തേക്കുന്ന തരത്തിലോട്ടുള്ള പരിപാടി കോൺഗ്രസ് അവിടെ ചെയ്തു വെച്ചത് നാണം കെട്ട ഒരു പരിപാടിയായിപ്പോയി എന്ന കാര്യത്തിൽ സംശയമില്ല. ഇത് വരും നാളുകളിൽ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ അന്തരീക്ഷം തന്നെ മാറ്റിമറിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം നിലവിലത്തെ സാഹചര്യത്തിൽ കോൺഗ്രസ് കൂടി TVKയോടൊപ്പം ചേർന്നതിൽ പിന്നാലെ TVKയുടെ സീറ്റ് നില 110 മുകളിലോട്ട് പോയിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഭൂരിപക്ഷത്തിലെത്താനായിട്ട് സാധിച്ചിട്ടില്ല. ഇനി ഈ പറയുന്ന തോതിൽ ഇടതുപക്ഷ പാർട്ടികളുടെ കൂടി ആൾക്കാർ മറുകണ്ഠം ചാടി TVKയെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാൽ സമ്പൂർണ്ണമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ശരിക്കും പറഞ്ഞാൽ ഇവിടെ കോൺഗ്രസ് ചെയ്തിരിക്കുന്നത് വെറും മണ്ടത്തരമാണെന്ന് മാത്രമാണ് പറയാനുള്ളതെന്ന് പറയുന്നത്. കാരണം TVK എന്ന് പറയുന്ന ഒരു പാർട്ടി, ഒരു തരംഗമുണ്ടായി. ആ തരംഗത്തിൽ വിജയ്ക്ക് അവിടെ വിജയിക്കാൻ സാധിച്ചു. പക്ഷേ ഇനി അങ്ങോട്ട് വിജയുടെ ഭരണം എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു രാഷ്ട്രീയ പാർട്ടി വിജയ്ക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നത് പോലും
പുറമേ നിന്ന് നിരീക്ഷിക്കാതെ ഒന്നും തന്നെ ചിന്തിക്കാതെ വരും നാളുകളിലേക്കുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ മുൻകൂട്ടി ചിന്തിക്കാതെ എടുത്ത ഒരു മണ്ടൻ തീരുമാനമാണ് കോൺഗ്രസ് ഇപ്പോൾ എടുത്തിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അതായത് നാളെ ഒരു പക്ഷേ വിജയ് വിചാരിച്ച കണക്കിന് ഒരു ഭരണം കാഴ്ചവെക്കാനായിട്ട് തമിഴ്നാട്ടിൽ സാധിക്കാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാൽ വിജയ്ക്ക് തിരിച്ചടി അവിടെ നേരിടേണ്ടി വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. അപ്പോൾ വിജയ് പോലും ഈ പറയുന്ന തോതിൽ പ്രതിസന്ധി ഘട്ടം നേരിടുന്ന തരത്തിലോട്ട് ചിലപ്പോൾ കാര്യങ്ങൾ എത്തിയെന്ന് വരാം. കാരണം നിലവിലുള്ള വിജയുടെ വിജയിച്ച MLA-മാരെ പിടിച്ചു നിർത്തുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. പല തരത്തിലുമുള്ള ട്വിസ്റ്റുകൾ ഇനി സംഭവിക്കാൻ കിടക്കുന്നു. അതായത് ഇനി അങ്ങോട്ട് വിജയ് ഭരണത്തിലെത്തിയാൽ തന്നെയും, അതായത് ഭൂരിപക്ഷം തികച്ചുകൊണ്ട് ഭരണത്തിൽ കയറിയാൽ തന്നെയും, പിന്നെ ഈ പറയുന്ന തോതിൽ മന്ത്രിസഭാ രൂപീകരണം, അതിൽ ആർക്കൊക്കെ എന്തൊക്കെ കിട്ടും, പ്രതിഷേധം അറിയിച്ചുകൊണ്ട് ആരൊക്കെ മറുകണ്ഠം ചാടും, ഭരണത്തിൽ ഏറിയതിനു ശേഷം വിജയുടെ ഭരണം ഏത് തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും, വിജയ് ജനങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എത്രത്തോളം വിജയ്ക്ക് നിറവേറ്റാൻ സാധിക്കുമെന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ ഒരു ഘട്ടം നിലനിൽക്കുമ്പോൾ ഒന്നും നോക്കാതെ DMK-ക്ക് ഭരണം പോയപ്പോഴത്തേക്കും മറ്റൊരു പാർട്ടി ഭരണത്തിൽ അവിടെ പെട്ടെന്ന് പൊടുന്നനെ വന്നപ്പോഴത്തേക്കും ആ പാർട്ടിക്കൊപ്പം ചേർന്ന കോൺഗ്രസിൻ്റെ നിലപാട് വളരെയധികം പരിതാപകരമാണ് എന്ന് പറയാതിരിക്കാൻ പറ്റുന്നില്ല. എന്തായാലും ഈ ഒരു അവസരം അത് BJP നല്ല രീതിക്ക് മുതലാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് കോൺഗ്രസ് തന്നെ ഒപ്പിച്ചു വെച്ച വിനയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടത് അനിവാര്യം തന്നെയാണ്. നാളൊരു സമയം ഈ പറയുന്ന തോതിൽ ഇന്ത്യ സഖ്യത്തിനൊപ്പം നിന്ന DMK-യെ തന്നെ കോൺഗ്രസ് ഈ ഒരു 8ന്റെ പണി കൊടുത്തിട്ടുണ്ടെങ്കിൽ DMK BJP ADMK സഖ്യം അവിടെ രൂപീകരിക്കപ്പെട്ടാൽ പോലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം നിലവിലത്തെ സാഹചര്യത്തിൽ വിലയിരുത്താനായിട്ട്. അതായത് DMK-യും അണ്ണാ DMK-യും BJP-യുടെ ചരടിൽ ഒരുപോലെ കോർത്തു കൊണ്ടുപോകാനായിട്ടുള്ളൊരു അവസരമാണ് കോൺഗ്രസ് ഇപ്പോൾ ചെയ്തിരിക്കുന്ന ഈ ഒരു കാര്യത്തിലൂടെ ഉണ്ടാകാൻ പോകുന്ന ഒരു വലിയ അബദ്ധമെന്ന് പറയുന്നത്. ഇതിപ്പോൾ BJP അവിടെ എന്താണോ വിചാരിച്ചിരിക്കുന്നത് ആ കാര്യം BJP-യുടെ കൈക്കുമ്പിളിൽ കൊണ്ടെത്തിച്ചു കൊടുക്കുന്നു കോൺഗ്രസ് എന്ന് വേണം എടുത്തു പറയാനായിട്ട്.